ഹായ് ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ്. ഇതിന് ഞാൻ 1/2 kg പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഗ്രേറ്റഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. അങ്ങനെ അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ആണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഞാൻ 1/2 kg പ്രോൺസ് ആണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ 300 grams ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ 4 ചെറിയുള്ളി ഇതേപോലെ ചതച്ചെടുത്തത്, ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് ഇതേപോലെ സ്ലിറ്റാക്കി എടുത്തത്, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കാം കോക്കനട്ടിൻ്റെ. ഒരു തക്കാളി, ഒരു അത്യാവശ്യം വലിയ തക്കാളിയാണ്, സ്ലൈസ് ആക്കിയതാണ്. നമുക്ക് കുടംപുളി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ വാളംപുളിയാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് കുറച്ചുകൂടി ടേസ്റ്റായി തോന്നുന്നത്. പിന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ ആവശ്യമുണ്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട്. അതിനൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് 1-ാം പാലും 2-ാം പാലും ഒരുമിച്ചാണ് ഞാൻ എടുക്കുന്നത്. 1-ാം പാലും 2-ാം പാലും കൂടെ മിക്സാക്കി എടുത്താൽ മതി. ഏകദേശം ഒരു 2 കപ്പ് തേങ്ങാപ്പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് തേങ്ങാപ്പാലിൽ കുറുകി വരണം. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് സമയം എടുക്കും ഇതൊന്ന് അടച്ച് വെച്ച് കുക്കായി കിട്ടാൻ. ഇനി വേറൊരു പാനിലേക്ക് ഇതിൽ 5 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇതേപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്.